തദ്ദേശ തെരഞ്ഞെടുപ്പ് ലക്ഷ്യം വെച്ച് സംസ്ഥാന സർക്കാർ നടത്തുന്ന വികസന സദസ്സുകൾ തുടങ്ങി. LDF സർക്കാരിന്റെ വികസന നേട്ടങ്ങൾ എണ്ണിപ്പറഞ്ഞാണ് സദസ്സുകൾ. പരിപാടി ബഹിഷ്കരിക്കുമെന്ന പ്രതിപക്ഷത്തെ തീരുമാനം മുഖ്യമന്ത്രി രൂക്ഷമായി വിമർശിച്ചു. 3 മാസത്തിനുള്ളിൽ നടക്കാനിരിക്കുന്ന തദ്ദേശ തിരഞ്ഞെടുപ്പിൽ നേട്ടം ലക്ഷ്യമിട്ടാണ് സർക്കാരിന്റെ വികസന സദസ്. അത് മനസ്സിലാക്കിയ UDF സഹകരിക്കില്ല എന്ന് നേരത്തെ വ്യക്തമാക്കിയിരുന്നു. അടുത്ത വർഷം മാർച്ച് മാസത്തോടെ ദേശീയപാതയുടെ നിർമ്മാണം ഭൂരിഭാഗവും പൂർത്തിയാക്കുമെന്ന് മുഖ്യമന്ത്രി പ്രഖ്യാപിച്ചു. സർക്കാരിന്റെ ഭരണ നേട്ടങ്ങൾ സ്ക്രീനിൽ പ്രദർശിപ്പിക്കുന്ന തരത്തിലാണ് പരിപാടി. തദ്ദേശ ഭരണ സ്ഥാപനങ്ങളുടെ പ്രവർത്തനങ്ങളെ ഏകോപിപ്പിക്കുന്നതിലൂടെ ജനങ്ങൾക്ക് ഓൺലൈൻ വഴി എല്ലാ സേവനങ്ങളും നേടാൻ സാധിക്കും. സ്വന്തം മൊബൈലിൽ നിന്നോ ലാപ്ടോപ്പിൽ നിന്നോ കെട്ടിട നിർമ്മാണത്തിന്റെ പെർമിറ്റ്, ജനനമരണ രജിസ്ട്രേഷൻ, നികുതി പണമെടുക്കൽ തുടങ്ങി എല്ലാ സേവനങ്ങളും വീട്ടിലിരുന്നു കൊണ്ട് തന്നെ ലഭ്യമാക്കാൻ സാധിക്കും. കോർപ്പറേഷൻ മുനിസിപ്പാലിറ്റി പരിധിയിൽ 1000 പേരെയും പഞ്ചായത്ത് തലത്തിൽ 350 പേരെയും പങ്കെടുപ്പിക്കണമെന്നതാണ് സർക്കാരിന്റെ നിർദ്ദേശം. റാഹീസ് റഷീദ്, റിപ്പോർട്ടർ, തിരുവനന്തപുരം.